10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 22ാമത്തെ വയസ്സിലാണ് സത്യത്തിൽ ഞാൻ അധ്യാപന ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊരു സ്കൂളിൽ, നാടിനടുത്തുള്ളൊരു സ്കൂളിൽ 10ാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷും ഹിസ്റ്ററിയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപകനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇന്നിപ്പോൾ സൈറ എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഏകദേശം 4000-5000 സ്റ്റുഡൻസ് നമ്മുടെ മെൻറ്റീസും സ്റ്റുഡൻസും ഒക്കെ ആയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു 10 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഒരുപാട് സ്റ്റുഡൻസിനെ, ഒരുപാട് ആളുകളെ നമ്മൾ കാണുകയും അവരുമായിട്ട് പരസ്പരം ഇടപെടുകയും അവരുടെ ജീവിതത്തിൽ പല രീതിയിൽ അവരെ സ്പർശിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ചില വിജയങ്ങളുണ്ട്, ചില കഥകളുണ്ട്, നമ്മളെന്നും ഓർത്തിരിക്കുന്ന, നമ്മളെ വല്ലാതെ ഹൗണ്ട് ചെയ്യുന്ന, വിടാതെ നമ്മളുടെ പിന്നാലെ കൂടുന്ന ചില കഥകൾ. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ, ഒരുപക്ഷെ എന്നോട് ഷെയർ ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ കഥകളിൽ ഒന്നാണ് ഇന്ന് ഷിഫ മോൾ എന്ന് പറയുന്ന സൈറയുടെ ഒരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന ഷിഫ മോളുടെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഷിഫ മോള് തൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഇംഗ്ലീഷിൽ JRF ക്വാളിഫൈ ചെയ്ത ഒരു മിടുക്കിയായ ഒരു ആസ്പിറൻ്റാണ്. ഇനിയും ഒരുപാട് അക്കാഡമിക് സ്വപ്നങ്ങളുള്ള ഒരു ആസ്പിറൻ്റാണ്. അപ്പോൾ ഷിഫ മോളുമായിട്ട് അവരുടെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വെൽക്കം. ഓക്കെ, ദെൻ ഒരുപാട് ആളുകൾ നെറ്റും JRF ഒക്കെ സ്വപ്നം കാണുന്നവരുണ്ട്. പല പല പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലാണ് ഓരോരുത്തരും ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിഫ മോളുടെ കഥ ഇങ്ങനെ ഇവരുടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തോന്നിയതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രതിസന്ധികൾ ഇല്ലാത്ത ജീവിതങ്ങളില്ല. പക്ഷേ ഈ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഥ കേൾക്കുകയും നിങ്ങൾ JRF ക്വാളിഫൈ ചെയ്ത സന്തോഷത്തിൽ സൈറയുടെ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ടെക്സ്റ്റ് കണ്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. പ്രത്യേകിച്ച് ഒരുപക്ഷെ പേഴ്സണലി ഞാൻ മറ്റുള്ള സ്റ്റുഡൻസിനെ പോലെ ഷിഫയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന രീതിയിൽ അത്രയൊന്നും ഇടപെട്ടിട്ടുണ്ടാവില്ല. കാരണം മറ്റുള്ള ടീച്ചേഴ്സൊക്കെ ആയിരിക്കും സൈറയുടെ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയും ചില സന്തോഷങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലായിരുന്നു അത്. എന്തായിരുന്നു ഷിഫയുടെ ഈ ഒരു JRF ക്വാളിഫൈ ചെയ്യുമ്പോൾ, അതിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ്റെ കാലത്ത് ഷിഫ എടുത്തിരുന്ന ഒരു പ്രതിസന്ധികൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്? ആക്ച്വലി ഞാൻ ശരിക്കും ഗ്രൂപ്പിൽ എൻ്റെ പകുതിയെ ഞാൻ അതിൽ എഴുതി അയച്ചിട്ടുള്ളൂ. അതിലേക്കാൾ ഒരുപാട് എനിക്ക് പറയാനുണ്ട്. ഞാൻ ആക്ച്വലി ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഒക്കെ ചെയ്തത്, ഡിഗ്രി ചെയ്തതും PG ചെയ്തതും ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ചലഞ്ച് ഉണ്ട്. ഞാൻ തുടങ്ങിയപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തവർക്കൊക്കെ ഇപ്പോൾ നെറ്റ് കിട്ടുമോ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ PG ലാസ്റ്റ് സെം എക്സാം എഴുതുന്നത്. അപ്പോൾ പോലും എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് പോലും നെറ്റ് എഴുതി നോക്കണം, അത് കിട്ടുന്നു, അങ്ങനെ ഒരു സ്വപ്നം തന്നെ ഇല്ല. എല്ലാവരും, ഞാൻ ഒരു നിമിഷം, എല്ലാവരും ഇതൊന്ന് കേൾക്കേണ്ട സ്റ്റോറിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലറായി പഠിച്ച്, പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി സർക്കിളുകളിലൊക്കെ പഠിക്കുന്ന ആളുകൾ പോലും ക്വാളിഫൈ ചെയ്യാൻ അത്രമേൽ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് ഡിഗ്രിയും PGയും ഡിസ്റ്റൻസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ തവണയും ഇതേപോലെ ഷിഫയുടെ ഒരു ഫ്രണ്ടുമാണ് മാഹിറ മാജിദിൻ്റെ സ്റ്റോറി, കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതുപോലെ ഡിഗ്രിയും PGയും ഒക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണോ? ഓക്കെ, പറയാം. അതും എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അന്നത്തെ ആ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ ഒന്ന് സെറ്റ് എക്സാം ചെയ്തിരുന്നു. ഒരു മാസം പഠിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ചെറുതായിട്ട് നമ്മൾ സബ്ജക്റ്റ് ഒന്ന് പഠിച്ച്, അപ്പോൾ പിന്നെ അടുത്ത ഫെബ്രുവരി തന്നെ പിന്നെ അടുത്ത HSCൻ്റെ എക്സാം ഒക്കെ വരുന്നുണ്ട്. ഈ PSC ആണ് അത്. അതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അതിൻ്റെ PSC കോച്ചിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മുൻപായിട്ട് ഈ നെറ്റിന് പഠിച്ചാൽ ചിലപ്പോൾ സബ്ജക്റ്റ് ഒരു ബേസ് ഉണ്ടാവും, ആ ഒരു ബേസ് ഉണ്ടാകും. അല്ലാതെ നെറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് സബ്ജക്റ്റ് ഒരു ബേസ് ഉണ്ടായ HSCക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് നെറ്റിന് പഠിക്കാം. എന്തായാലും ജൂണിൽ നെറ്റ് എക്സാം വരുമല്ലോ, അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഇതിൻ്റെ ക്ലാസ് ഒക്കെ തുടങ്ങുക. അപ്പോൾ ജൂണിൽ നെറ്റ് എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ സെൻറ്റർക്കും ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലയിടത്ത് സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് രണ്ടുണ്ടെങ്കിൽ ഫീയും ഒരുപാടുണ്ടാവും. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പിന്നെ സൈറനെ കുറിച്ച് അറിയുന്നത്. എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജസ്ന എന്ന് പറഞ്ഞിട്ട്, നമ്മളെ സൈറയിലെ സ്റ്റുഡൻ്റ് ആണ്. അവർക്ക് ഇപ്രാവശ്യം 2 മാർക്കിനാണ് നെറ്റ് പോയത്. അതെ, ഞങ്ങൾ ഡിഗ്രി മുതലേ ഒരുമിച്ചാണ്, ഡിസ്റ്റൻസും ആണെങ്കിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു സൈറനെ കുറിച്ച്. അപ്പോൾ ഞങ്ങൾ അത് കേട്ട് അന്ന് തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത് പിന്നെ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സെറ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞങ്ങൾ 2 പേരും അത് ക്വാളിഫൈഡ് ആയി. അപ്പോൾ തോന്നി ഇങ്ങനെ പഠിച്ചാൽ ചിലപ്പോൾ കിട്ടും, നെറ്റ് ആണെങ്കിലും ഒന്ന് പഠിച്ചു നോക്കാം. അതാണ് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുഭാഗത്ത് നമ്മൾ പല വാർത്തകളും കേൾക്കും. അതിൻ്റെ പേരിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യാതിരുന്നാൽ, നമ്മുടെ കാലിബർ ഇപ്പോൾ നെറ്റ് കിട്ടുമോ, ഡിസ്റ്റൻസ് ആയി പഠിച്ചവർക്ക് JRF കിട്ടുമോ എന്നൊരു ചോദ്യത്തിൽ നമ്മളതിനെ അപ്ലൈ ചെയ്യാതിരുന്നാൽ നമുക്കൊരിക്കലും കിട്ടാൻ പോകണില്ല.
ഫോണില്ല. ഞാൻ PG പഠിച്ചൊരു കാലത്ത് നെറ്റിന് അപ്ലൈ ചെയ്തിട്ടേ ഇല്ല. അതൊന്നും നമുക്കൊന്നും കിട്ടൂല. അതൊക്കെ ഡിസ്റ്റൻസ് ആയി പഠിച്ചവർക്കൊന്നും നെറ്റ് കിട്ടൂല. അതിനൊക്കെ നല്ല നല്ല കോളേജിൽ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ടാവും. ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഞാൻ ചെറുതിന് പ്രഗ്നന്റ് ആണ്, ചെറിയ മോനെ. അപ്പൊ പിന്നെ എത്ര മക്കളാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ 3 മക്കളാണ്. ചെറുത് ഇപ്പൊ 6 മാസമാണ്. അപ്പൊ ആ ചെറിയ കുട്ടിനെ ഞാൻ ഇന്ന് പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇനി ഡെയിലി പോയി വരാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ സൈറനെ കിട്ടി, ജോയിൻ ചെയ്തു. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെ തോന്നി നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ നന്നായിട്ട് പഠിച്ചു. ജൂണത്തെ എക്സാം ഒരു 4 മാസം കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷേ എക്സാം എഴുതിയപ്പോൾ ഞാൻ 7 മാസം കണ്ട് പ്രഗ്നന്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് പോയി എഴുതിയത്. പക്ഷേ എക്സാം എഴുതിയൊക്കെ വന്ന് പിറ്റേന്ന് മാർക്കൊക്കെ നോക്കിയപ്പോൾ ഏകദേശം മുമ്പത്തെ കട്ട് ഓഫിന്റെ അടുത്ത് മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ അതെ, ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് ആയിട്ട് എഴുതി നോക്കുക. അപ്പൊ ജൂണിൽ ഈ ക്യാൻസലാക്കിയ എക്സാം ഉണ്ടല്ലോ, അത് ക്യാൻസലാക്കി ആ എക്സാം. അപ്പൊ അത് എഴുതി വന്ന് പിറ്റേന്ന് മാർക്കൊക്കെ കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം മുമ്പത്തെ എക്സാമിന്റെ കട്ട് ഓഫിന്റെ അടുത്ത് മാർക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പിറ്റേന്ന് എക്സാം ക്യാൻസൽ ആക്കി അറിയുന്നത്. അപ്പൊ ഒരുപാട് സങ്കടം തോന്നി. എന്നാലും ഇനി എന്തായാലും റീ എക്സാം ഉണ്ടാവുമല്ലോ, എഴുതി നോക്കാന്ന് വിചാരിച്ച് വീണ്ടും ആ ഒരു മൈൻഡാണ് പ്രധാനം. അതായത് നമ്മളിവിടെ പലപ്പോഴും എങ്ങനെയാണ് നമ്മൾക്ക് തടസ്സം വരാൻ നമുക്കൊരിക്കലും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയോ ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അന്ന് വന്നത്. ഒരുപാട് കുട്ടികൾ, എനിക്ക് തന്നെ അറിയാം, സൈറയുടെ ഒരുപാട് സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്യുമെന്ന് കരുതിയിരുന്ന സ്റ്റുഡൻസ് ക്യാൻസൽ ചെയ്തതിനു ശേഷം പിന്നെ എഴുതിയില്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾ എനിക്കറിയാം. അവരൊക്കെ ഇപ്പോൾ എനിക്ക് വിളിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, സ്ട്രാറ്റജി എങ്ങനെയാണ്, പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അവരൊക്കെ പോയിന്റ് വ്യത്യാസത്തിനൊക്കെ മാർക്ക് പോയ ഒരാളുണ്ട്, അവരവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷനൊക്കെ ചോദിച്ചിട്ട് ചിലരൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാൻസലാക്കിയ എക്സാം അവിടെ നിർത്താൻ വിചാരിച്ചതാ. പിന്നെ പിറ്റേന്ന് മുതൽ പഠിച്ചു തുടങ്ങി. പിന്നെ എന്തെങ്കിലും റീ എക്സാം ഉണ്ടാവുമല്ലോ, അപ്പോൾ എഴുതാലോ വിചാരിച്ചു. ഞാൻ വിചാരിച്ചത് ആ ജൂണിലോ ജൂലൈയിലോ തന്നെ എക്സാം ഉണ്ടാവും എന്നാണ്. അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. എക്സാം ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ 1 ആണ്. അപ്പോൾ എൻ്റെ ഡെലിവറി വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിർത്തി. ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഇനി കഴിയില്ല, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പഠിച്ചാലും അത് എഴുതാൻ പറ്റൂല. അപ്പോൾ അവിടെ നിർത്തി. അപ്പോൾ അതൊക്കെ നമുക്കുള്ള ഒരു ചലഞ്ചാണ്. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഇതുപോലത്തെ ഓരോന്ന്. അപ്പോൾ ഞാൻ അവിടെ നിർത്തി. പിന്നെ എക്സാം ഒന്നും എഴുതില്ല. പിന്നെ ഡെലിവറി എൻ്റെ ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 21 ഇംഗ്ലീഷിൻ്റെ എക്സാം, അതായത് ഡെലിവറി കഴിഞ്ഞ് 7ാമത്തെ ദിവസം. അപ്പോൾ ഞാൻ പോകണ്ടേ, 7ാമത്തെ ദിവസം ഞാൻ എനിക്ക് മനസ്സുകൊണ്ട് നമുക്ക് ഒരു ഭയങ്കര സങ്കടം ഉണ്ട് എഴുതാൻ പറ്റാത്തതിൽ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പക്ഷെ ശരിക്കും എനിക്ക് എക്സാം സെന്ററൊക്കെ മഞ്ചേരി എടുത്താണ് കിട്ടിയത്. അപ്പോൾ ഹസ്ബൻഡും ഉമ്മ എല്ലാവരും പറഞ്ഞു ഒന്ന് റിസ്ക് എടുത്തിട്ട് പോയി എഴുതി നോക്കാം, അഥവാ ചിലപ്പോൾ കിട്ടിയാലോ. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഫാമിലി സപ്പോർട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മയായാലും എൻ്റെ വീട്ടിലത്തെ ഉമ്മ ഇപ്പം എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. കുട്ടീനെ ഇപ്പം നമുക്ക് എക്സാം സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളുടെ നമ്മളൊരു സാധാരണ വീടുകളിലൊക്കെ ഒരു 7ാമത്തെ ദിവസത്തിൽ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു പെണ്ണിനെ പോകുന്നതിനെ കുറിച്ച് ഉമ്മാരൊന്നും ഒരിക്കലും ചിന്തിക്കുക പോലും ഇല്ല. എൻ്റെ ഉമ്മ വളരെ സപ്പോർട്ടാണ്. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷെ ഞാനാണ് അതാണ് ഭയങ്കര അത്ഭുതം. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോവാം, റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ഇത്രയും പഠിച്ചതല്ലേ, ചിലപ്പോൾ കിട്ടിയാലോ. ഞാൻ പറഞ്ഞു 2 മാസമായില്ലേ ഇപ്പോൾ ടച്ച് വിട്ടിട്ട്, ഓഗസ്റ്റിലാണല്ലോ, ജൂണിൽ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഇനി ചിലപ്പോൾ ഒക്കെ ഞാൻ മറന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ പഠിച്ചത് ഓർമ്മ ഉണ്ടെങ്കിലോ, ചിലപ്പോൾ അഥവാ കിട്ടിയാലോ. പക്ഷേ പിന്നെ രാവിലത്തെ ഷിഫ്റ്റാണ് കിട്ടിയത്, 7:15 അവിടെ എത്തണം. അപ്പോൾ അതും ബുദ്ധിമുട്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വേണ്ട, ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഡിസംബറിൽ എഴുതാം, വെറുതെ എഴുതി നോക്കാം. അതും പഠിക്കാനൊന്നും അപ്പോഴും വിചാരിച്ചിട്ടില്ല, വെറുതെ ഒന്ന് എഴുതി നോക്കാം, അങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴും ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു മനസ്സിൽ, എഴുതാൻ പറ്റാത്തതിലുള്ള സങ്കടം. പിന്നെ അത് കഴിഞ്ഞാണ് എനിക്ക് കുട്ടിക്ക് 60 days ആയപ്പോൾ, 60 ദിവസമായപ്പോഴാണ് നമ്മൾ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുന്നപ്പോൾ മാഹിറാക്ക് JRF കിട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ JRF കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പഠിച്ച ആളുകളാണ്. അതെ, ഞങ്ങൾ സൈറയിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഫ്രണ്ട് ജസ്ന എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയ സമയത്ത് ജസ്നാക്ക് അവളുടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ 2-3 മരണങ്ങളൊക്കെ ഒരുമിച്ച് വന്നു. അപ്പോൾ അവൾക്കൊരു 2 മാസം കഴിഞ്ഞേക്കിന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ എനിക്കിങ്ങനെ പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒരാളില്ല, കമ്പനിക്ക് ഒരാളില്ല. ഞാൻ ഡിഗ്രി മുതലേ ഇവള് എൻ്റെ കൂടെ ഉണ്ട് ജസ്ന. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പഠിക്കുക, ഡിസ്കസ് ചെയ്യാനും ആളില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നല്ല ആക്റ്റീവായിട്ട് ആരെങ്കിലും ഗ്രൂപ്പിലുണ്ടോ എന്ന് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മാഹിറ നല്ല ഗ്രൂപ്പിൽ ആക്റ്റീവാണ്.
അപ്പം ഞാൻ അങ്ങനെ അവൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്തു, ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ വിളിച്ച് എന്താണെന്നറിയില്ല ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് സിങ്കായി. ഞങ്ങൾ മുബശ്രമ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് സിങ്കായി എന്താണെന്നറിയില്ല. സത്യം പറഞ്ഞാൽ അവളെപ്പോഴും പറയും നമ്മൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആണെന്ന്. സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഒരേ രൂപത്തിൽ പഠിക്കുന്ന കാര്യത്തിലൊന്നല്ല. അവൾക്ക് 3 കുട്ടികളാണ്, എനിക്ക് 3 കുട്ടികളാണ്. രണ്ടുപേരും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പിന്നെ രണ്ടുപേരും ഡിഗ്രിയും പിജിയും ഡിസ്റ്റൻസ് ആണ്. രണ്ടുപേരും ഫാമിലിയുടെ ഇടയിൽ നിന്ന് പഠിക്കുന്നവരാണ്. അപ്പോൾ എല്ലാം കൊണ്ടും രണ്ടുപേരും ഒരേ വേവ് ലെങ്താണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി ഡിസ്കസ് ചെയ്ത് അങ്ങനെ പഠിച്ചു. പിന്നെ 2 മാസം ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഓരോ ഭാഗം പഠിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യും. ഇന്ന ഭാഗം പഠിച്ച് ഇന്ന ഭാഗം. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ഓരോരുത്തർ നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം ഞാൻ ഡൗൺ ആണെങ്കിൽ അവൾ എനിക്ക് പറഞ്ഞു, ഇനിയിപ്പോൾ അവൾ ബാക്കിലാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ എന്തായാലും എക്സാം എഴുതി. അപ്പോൾ ഏകദേശം രണ്ടുപേർക്കും നല്ല ഒരേ മാർക്ക് തന്നെ ആയിരുന്നു. ക്യാൻസലാക്കിയ എക്സാമിൽ ഒരേ മാർക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് JRF കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അവൾക്ക് കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ കുട്ടിക്ക് 60 ഡേയ്സാണ് ഞാൻ പറഞ്ഞല്ലോ, 2 മാസമായപ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് എൻ്റെ വിഷസ് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ വിഷസ് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ വിഷസൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ ചോദിച്ചു, ഞാനിപ്പോൾ ഇനി എഴുതണോ, എന്താ നിൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ എന്തായാലും എഴുതണം, നിനക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കറിയില്ല എനിക്കിപ്പോൾ ഈ 60 ദിവസമാണ്, 2 മാസമാണ് കുട്ടിക്ക്. തൊട്ട് മുകളത്തെ കുട്ടി 3 വയസ്സാണ്. 3 വയസ്സുള്ളവർക്ക് അറിയുണ്ടാവും അതിലേറെ പാടാൻ നോക്കാൻ. പിന്നെ വലുത് കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകും, പിന്നെ വന്നിട്ട് നോക്കിയാൽ മതി. എന്നാലും നമ്മൾ നോക്കണം. എന്നാലും ചെറുതും 2-നെയൊക്കെ നോക്കില്ല എങ്ങനെയാണ് എനിക്കറിയില്ല. ഞാനിപ്പോൾ എഴുതണോ, അവളോട് ചോദിച്ചു, എഴുതണോ ഇപ്പോൾ എന്താ നിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്തായാലും എഴുതണം, നിനക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവൾ വിളിച്ചതിൻ്റെ പിറ്റേന്ന് തുടങ്ങി. ഞാൻ പിറ്റേന്ന് തുടങ്ങിയ യാത്രയാണ്. പിന്നെ ഞാൻ എക്സാം വരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അവൾ ഇടയ്ക്ക് ഇങ്ങനെ ഏകദേശം എത്ര ദിവസം ഉണ്ടായിരുന്നു? 2.5 മാസം. ഏകദേശം ഒക്ടോബർ ലാസ്റ്റാണ് റിസൾട്ട് വരുന്നത്. പിന്നെ ജനുവരി 7-നാണല്ലോ എക്സാം. ഒരു 2.5 മാസമാണെന്ന് തോന്നുന്നു ഏകദേശം പ്രിപ്പയർ ചെയ്ത്. ആ 2.5 മാസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതിന് മുമ്പ് പിന്നെ അന്ന് 4 മാസം പഠിച്ചതൊക്കെ ഒന്നും കൂടെ നമ്മൾ ഒന്നും കൂടെ പഠിച്ചതൊക്കെ ഇപ്പോൾ തന്നെ ഏകദേശം കുഴപ്പമില്ലാതെ തോന്നി. അതന്നെ. പിന്നെ മഹ്റാനോട് ഒരുപാട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് പറയാനുണ്ട്, ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് ഡൗട്ടൊക്കെ ചോദിച്ച് വിളിക്കും, ഇടയ്ക്ക് വളരെ ഡൗൺ ആവും. അപ്പോഴൊക്കെ അവൾ തന്ന വാക്ക് ഇങ്ങനെ ആലോചിക്കും, നിനക്ക് എന്തായാലും കിട്ടുന്ന അവൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോഴും നെറ്റെന്നേ മനസ്സിലുള്ളൂ, JRF അപ്പോഴും മനസ്സിലില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കഴിഞ്ഞ് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് ഡിസ്റ്റൻസ് ഉള്ളവർക്കൊന്നും കിട്ടൂല എന്ന വാക്കുകളൊക്കെ കേട്ട് അവിടെ നിന്നാണ് യാത്ര ചെയ്യുകയും ഇപ്പോൾ JRF എത്തി നിൽക്കുകയും ചെയ്തു അല്ലേ? അതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും, ഇപ്പോൾ മാഹിറായ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി, നമ്മളുടെ അധ്യാപകർ, എല്ലാവരും നമ്മൾ ഈ സമയത്ത് ഓർത്തു പോവാണ്. എല്ലാവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയാം. അതോടൊപ്പം ഇതിലേറ്റവും പ്രധാനം, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് നമുക്കറിയാലോ, ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് PG ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് അസൈൻമെൻറ്റുകൾ, അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു? ഈ ഒരു പ്രതിസന്ധികൾക്കിടയിൽ JRF, അതും ഇംഗ്ലീഷിൽ, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. അത്ര പെട്ടെന്നൊന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. എല്ലാത്തിനും പ്രയാസങ്ങളുണ്ട്, എങ്കിൽ പോലും ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്, അത്യാവശ്യം പ്രയാസമുള്ളൊരു സബ്ജക്റ്റാണ്. അതിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു. എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ? എന്തായാലും ഉണ്ടാവും, ഒരു പേഴ്സണൽ സ്ട്രാറ്റജി ഉണ്ടാവും. അതെ, പ്രധാനമായിട്ടും പറയേണ്ടത് നമുക്ക് സൈറയുടെ മെറ്റീരിയലും വീഡിയോ ക്ലാസ്സൊക്കെ പറയും. അതിലുപരി എനിക്ക് പറയാനുള്ളത് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടാണ്. അത് നമുക്ക് ഡെയിലി നമുക്ക് ഓരോ വീഡിയോസ് ഇടും നമ്മുടെ ഗ്രൂപ്പിൽ. അതിങ്ങനെ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന രൂപത്തിൽ വോയിസ് അയക്കും. അതുപോലെ ലൈവ് ക്ലാസ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യും. ഞങ്ങളോട് പറയും, എല്ലാവരും ഓരോരോ അവരുടെ ചലഞ്ചൊക്കെ പറയുമ്പോൾ പറയും, ഞങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ്, മോൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഉപശ്രമമൊക്കെ പറയാറുണ്ട്, എല്ലാവരുടെയും പ്രശ്നം തീർന്നിട്ട് ആർക്കും ഇതൊന്നും പഠിക്കാൻ സമയം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ മാറ്റിച്ച് ഇനി നമ്മൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്താലും ഇതിലേറെ കൂടുതലുള്ളൂ. എന്തായാലും നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തായാലും കുറയില്ലല്ലോ. ഇനി അടുത്ത പ്രാവശ്യം എഴുതുമ്പോഴും ഇതിലേറെ കൂടത്തേ ഉള്ളൂ. ഇനി എങ്ങനെയാലും കുറയില്ല. അപ്പം നമ്മൾ ഇപ്പോഴേ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക, എപ്പോഴും ഞാൻ പറയണതാണ്. അതുപോലെ പിന്നെ നമ്മൾ മെൻറ്റേഴ്സ് നമ്മളിവിടെ ജോയിൻ ചെയ്ത പിറ്റേ ദിവസം നമുക്കൊന്ന് വിളിക്കും. വിളിച്ചിട്ട് ഒരുപാട് നേരം സംസാരിക്കും. അത് വലിയൊരു സപ്പോർട്ടാണ്. കാരണം ഒരു നെറ്റിനൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ആപ്പൊക്കെ നമുക്ക് ഓപ്പൺ ആക്കിയാൽ ഒരുപാട് വീഡിയോ
വീഡിയോ, ഒരുപാട് മെറ്റീരിയൽ, ഒരുപാട് മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർ വിളിച്ചിട്ട് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ഇതുവരെ നമുക്ക് പെൻഡിങ്ങിലുള്ള വീഡിയോസ് ഉണ്ടാവും ഒരുപാട്, നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടു തീർക്കണം, നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് നിഹാൽ മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞു നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇതുവരെയുള്ള വീഡിയോസ് നമ്മൾ എങ്ങനെ കാണണം, നമ്മളെങ്ങനെ അവരുടെ കൂടെ എത്തണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു സ്റ്റാർട്ടിങ് കിട്ടുന്ന, അല്ലെങ്കിൽ സാധാരണ ജോയിൻ ചെയ്യുന്ന ആർക്കും എവിടുന്ന് തുടങ്ങണം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവർ നമുക്ക് ഡെയിലി നമ്മളെ കോൺടാക്ട് ചെയ്യും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാം, അങ്ങനെ ഒരുപാട് സപ്പോർട്ട്. പിന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ടാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. മെന്റേഴ്സ് നമുക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പലപ്പോഴും ഇതൊക്കെ എങ്ങനെയാണ് ഓരോരുത്തർ ടച്ച് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. ഇപ്പം നിങ്ങൾ ഇതിൽ എടുത്തു പറഞ്ഞു, നിഹാൽ മാം ആണെങ്കിൽ മുബശ്ശറ മാം ആണെങ്കിൽ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ അയക്കും. അപ്പോൾ ചില ആളുകൾക്ക് ഇതൊരു ഇറിറ്റേഷനാണ്. അങ്ങനെയാണ് പല ആളുകളെയും ഇത് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പോസിറ്റീവായിട്ട് ഇതിനെ കാണുക. ചില ആളുകൾ നമ്മളെന്തിനെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി എന്താണ് മെച്യൂർഡ് ആണ് എന്ന ചിന്താഗതിയുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ കാരണം നമ്മൾ ചിലപ്പോൾ വളരെ ഡൗൺ ആയിട്ട് ഇരിക്കും, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നിയിരിക്കണം. ആ സമയത്തായിരിക്കും നല്ലൊരു വോയിസ്. അപ്പോൾ രണ്ടുപേര് വോയിസ് അയക്കും, ഓരോ ദിവസം നല്ല നല്ല വീഡിയോസ് അല്ലെങ്കിൽ വോയിസ് അയക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ എന്തായാലും പഠിച്ചു കളയാം ഇങ്ങനെ പറഞ്ഞതില്ല, അപ്പോൾ നമുക്ക് എടുത്ത് പഠിക്കാൻ. അപ്പോൾ അതൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എങ്ങനെ ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രിപ്പറേഷൻ? പ്രീവിയസ് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും 5 ക്വസ്റ്റ്യൻ വീതം ചിലപ്പോൾ 10 ചിലപ്പോൾ 5 ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് അവിടുന്ന് മുതൽ നമുക്ക് കുറച്ച് ബാക്കത്തതും കൂടി കിട്ടുമല്ലോ, അങ്ങനെ 2 ആഴ്ച ബാക്കിൽ നിന്ന് തുടങ്ങി ഞാൻ എക്സാം എഴുതുന്ന കുറച്ച് ദിവസം മുമ്പ് വരെയുള്ള എല്ലാ പോൾ ക്വസ്റ്റ്യൻസും ഞാനൊരു ബുക്ക് കീപ്പ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷാണ് പ്രത്യേകിച്ച്. പിന്നെ ടെലഗ്രാമിന് പോൾ ക്വസ്റ്റ്യൻസ് മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു നോക്കിയിരുന്നത്? 4 ഓപ്ഷനുകളിലേക്ക് പോയിരുന്നോ? അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആൻസർ മാത്രം നോക്കി പോകുന്നതല്ല, കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കൂല നമ്മൾ നെറ്റിന്. പക്ഷെ ആ ഓപ്ഷൻസ് നമ്മൾ 4 എണ്ണം അത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ ചെയ്താൽ നമുക്ക് ഒരുവിധം നെറ്റിനുള്ള നമുക്ക് കിട്ടും. ഇത് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ നിങ്ങളോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, നമ്മളിങ്ങനെ ഓപ്ഷനുകളിലേക്ക് പോയി അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ നമുക്ക് പ്രയാസമാവും. 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഇത് എവിടെയോ കണ്ടതാണല്ലോ, ഇതിനൊക്കെ നമുക്ക് കണക്ഷൻ ഉണ്ടാവും. ഞാൻ PYQനായിട്ടൊരു നോട്ട് കീപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ് അവിടെ നിന്നുള്ള എല്ലാ PYQ ഞാൻ കിട്ടുന്നതൊക്കെ അതിൽ എഴുതി വെക്കും. പിന്നെ നമുക്ക് വായിക്കുമ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ എത്ര കണ്ടാലും നമ്മൾ മറന്നു പോകും, നമ്മൾ എത്ര വായിച്ച് പോകാം, നമ്മൾ എഴുതി വെക്കണ്ടെന്ന് വിചാരിച്ചാലും മറന്നു പോകും. ഞാനൊരു ബുക്ക് കീപ്പ് ചെയ്തിട്ട് എഴുതി വെക്കും. അതല്ലാണ്ടും യൂട്യൂബിൽ ഞാൻ കാണാറുണ്ട്. അത് ഞാൻ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴോ കുട്ടീനെ ഉറക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഞാൻ യൂട്യൂബിൽ PYQൻ്റെ ഡിസ്കഷന് ഓരോ ഏരിയ വൈസ് കാണും. ഇപ്പോൾ ഒരു ജനറൽ പേപ്പറിൽ ഓരോ മൊഡ്യൂൾസ് ആണല്ലോ. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് പഠിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യും ലോജിക്കൽ റീസണിങ് PYQ. അങ്ങനെ അത് പഠിക്കുന്ന സമയം അതിന് മാറ്റി വെക്കൂല, പഠിക്കാത്ത സമയം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴോ കുട്ടീനെ ആ സമയത്ത് ഇങ്ങനെ PYQs ഒക്കെ കാണും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയം മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പോയിന്റ് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം. അതായത് പൊതുവെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കണ കാലത്തെ നോട്ട്സ് തയ്യാറാക്കാത്ത ഒരാളാണ്. പൊതുവെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കും, ഞാനിങ്ങനെ ഫ്രാങ്കായിട്ട് പറയുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ നോട്ട്സിലേക്ക് ഞാൻ പോകാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നോട്ട്സ് തയ്യാറാക്കിയ അപൂർവ സമയങ്ങളിൽ ഒന്നാണ് എൻ്റെ നെറ്റ് പ്രിപ്പറേഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഏറ്റവും സ്ട്രക്ചേർഡായ നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പൊതുവെ കുട്ടികൾ ഇതേപോലെ നെറ്റിനും JRFനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ നോട്ട്സ് അവരുടെ സിലബസ് കണ്ടന്റിന് വേണ്ടി അവർ ഉണ്ടാക്കുന്ന ബെനിഫിറ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. നമ്മൾ സിലബസ് മുഴുവൻ നമ്മൾ നോട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. ഓൾറെഡി നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 6 മാസമൊക്കെ നമുക്ക് ടൈം കിട്ടും. അതിൽ 2-3 മാസം നമ്മൾ ചിലപ്പോൾ നോട്ട് ചെയ്യുന്ന വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിന്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയും മെറ്റീരിയൽ വായിക്കുക ചെയ്തിട്ട് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം PYQs ആയാലും ഇമ്പോർട്ടന്റ് നോട്ട്സ് ഒക്കെ അത് മാത്രം നോട്ട് ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്ട്രാറ്റജി അത് തന്നെയായിരുന്നു. ഓക്കെ ഫൈൻ. അത് തന്നെ ഇതിലേക്ക് എത്തിച്ചതും അത് തന്നെയാണ്. എനിക്കൊരു പ്രത്യേകം നോട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ചെയ്താനും PYQs ചെയ്താനും വേറെ അങ്ങനെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഷിഫ മോൾ ഉള്ളത്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിനും ആ യാത്രയിൽ നിങ്ങൾക്കൊപ്പം കൂടെ കൈത്താങ്ങായി നിൽക്കാൻ സാധിച്ചതിലും സൈറയ്ക്ക് വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഇനിയുള്ള സൈറയുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്യണം. അപ്പം ഷിഫ മോളുടെ ഒരു അക്കാഡമിക് ജേർണിയുടെ ഒരു മൈൽ സ്റ്റോൺ, വലിയൊരു മൈൽ സ്റ്റോൺ
മുറിച്ചു കടന്നു. പക്ഷേ ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളും തീർച്ചയായും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനും അവിടേക്കൊക്കെ എത്താനും സാധിക്കട്ടെ. അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം, സൈറയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരൊറ്റ വാക്കിൽ എന്താണ് പറയാനുള്ളത്? ആ സൈറയുടെ സപ്പോർട്ടിനെ കുറിച്ച്. സൈറയുടെ സപ്പോർട്ട് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എടുത്ത് പറയുന്നത് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്. ഇനി സൈറയുടെ എല്ലാവർക്കും എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട്. ഇപ്പോൾ സൈറയുടെ നവാസ് സർ തുടങ്ങി, അത് മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതിൽ വീഡിയോ എഡിറ്റർ ആയിക്കോട്ടെ, അതിൽ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ആളുകൾ എല്ലാം എൻ്റെ ഒരു ടീമിനോടൊരു താങ്ക്സ് പറയാനുണ്ട്. പിന്നെ സൈറയിലെ എല്ലാ കാര്യത്തിലും മെറ്റീരിയൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ ഞാൻ ഈ മെറ്റീരിയൽ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ PYQ അല്ലാതെ വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, എനിവേ ഈ ഒരു നല്ല വാക്കുകൾ സൈറയ്ക്കുള്ള ഒരു വലിയൊരു ഇതായിട്ട് നമ്മൾ എടുക്കുക, ഒരു ഫീഡ്ബാക്ക്, ഒരു റിമാർക്കായിട്ട് നമ്മൾ എടുക്കുകയാണ്. എന്തായാലും നമുക്കിവിടെ അവസാനിപ്പിക്കാം. മുഴുവൻ ആസ്പിറൻസിനും നല്ലൊരു ഈ ഒരു 2025 ജൂൺ എക്സാമിൽ വലിയൊരു വിജയം നേർന്നുകൊണ്ട് എല്ലാവർക്കും ഇതൊന്ന് ഇനി വിജയിക്കാനുള്ള അതിനൊക്കെ ഒരു മോട്ടിവേഷൻ ആയിരിക്കട്ടെ. ഓക്കെ, സൈറയുടെ ഒരു വിജയത്തിനും കൂടി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു ഷിഫ. ഓക്കെ, താങ്ക് യു സർ.